മറ്റേ മാറ് മാറ് ഞാനിത് പണിട്ടേ ഉള്ളൂ. അല്ല കുത്തല്ലേ 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 കണ്ണെടുക്കുന്നു. അടിക്കണ്ട ഞാൻ കണ്ടേ അയ്യോ ചട്ടി ചട്ടി തിരിച്ചു വാടാ. നിന്റെ ഗേൾഫ്രണ്ടിനെ അടിക്കുക ഞങ്ങള്, അത് വേറെ കാര്യം. ചട്ടി 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 വാടാ. നിന്റെ ഗേൾഫ്രണ്ട് രണ്ട് ഞങ്ങൾ അടിക്കും. നിന്റെ ഗേൾഫ്രണ്ട് ടോക്കിയോയിലെ കൊച്ചുണ്ടെന്ന്. പോയാടാ പോയാ നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോടാ പറയാൻ? അമ്പത്തൂര് നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോടാ? ഇല്ല ഇല്ല ഇല്ല. അടിക്കില്ലേട്ടാ ഞാൻ അത് ബ്രസീൽ, അത് മറ്റേമാരല്ലേ? ആ കറുത്ത വണ്ടി അവന്മാരല്ലല്ലോ. അല്ല 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 ഇവര് മോനെ അടിക്കല്ലേടാ, നമ്മള് കൂടി വരട്ടേടാ. എവിടെ അടിക്കുന്നേ? ഓ അതുപോലെ അറിയാനാ നീ അടിയായി എന്ന് പറയണ കുണേ. എല്ലാരോടും എടാ അല്ല ഇപ്പൊ ആരായിട്ടാണോ നിത്യാവശ്യം? ടോക്കിയോട്ടാണോ? നമ്മള് സംസാരിച്ചാൽ തീരാന്ന് പ്രശ്നമുള്ളൂ. എന്നാലും തന്നെ നീ എവിടെ? ലിറ്റാണ് ലിറ്റാണ്. ഇവിടെ 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 അടുത്താനെ. ഞാനാണ് ബ്ലാക്ക് നീയാണോ? ആ ഓക്കെ. നമ്മളടിക്കില്ല, ജെട്ടിക്കകത്താ നമ്മൾ. മരം എവിടെയാണോ ഒന്ന് പറയണം. ഞാനും ഫ്രണ്ടിലാണ്, ജെട്ടിയുടെ ഫ്രണ്ടില്. കൊണ്ടുവരുന്നോ? അയ്യോ എന്റെ ഉണ്ട് കുറവാണോ നോക്കട്ടെ. അടിക്കണേ അകത്തോട്ടോ അകത്തോട്ടോ. അമ്മാരിതാ ഇവിടെ ഇതിന്റെ ബാക്കി ഇരിപ്പുണ്ടാ. എന്റെ ഉണ്ടല്ലോ. അടി വടി വടി വരും. അടി വടി വാ. ഇവിടെ പിങ്ങിട്ടെ നീ ഇതിന്റെ അടിയില് ജെട്ടിയുടെ അടിയില്. ജെട്ടിന്റെ അടിയിലത്തെ ഫ്ലോറിലാ. അടിയിലോട്ടോ പിങ്ങിട് 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 നീ. എടാ അടിയിലത്തെ അടി വന്നിട്ട് നേരെ റൈറ്റ്. ലെഫ്റ്റ് 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 ലെഫ്റ്റ്. അവന് എത്ര എട്രാ അവന്? അത് ഇത് ഫുള്ളി ഇവന്മാരല്ലേ? നീയല്ലേ? കേറി വരുന്നാരാ കേറി വരുന്നാരാ? താഴത്തോട്ട് കയറിയാരാ? അവന്മാരാ നിങ്ങളെങ്ങോട്ട് ഓടിയത്? എടാ എന്നെ പുഷ് ചെയ്ത് ചാടി ചാടി ചാടി. നീ നിലത്തോട്ട് ചാടോ? ചാടി 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 എന്നെ എന്റെ പുറകെ പിങ്ങിട് പിങ്ങിട്. ഈ ഫ്രീ വണ്ടി ആറാ? പെട്ടെന്ന് പെട്ടെന്ന് ഈ താഴത്തെ നീയാണ് ഓടുന്നേ. കേറി കേറി. നീ മുതുക്കിന്റെ ഫ്രണ്ടിലോട്ട് ചാടാൻ പറ്റോ? ചോറ് മുതുക്കിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വണ്ടി നീ വിട്ടോ ചൂട് വിട്ടോ ചൂട് വിട്ടോ. അവന്മാര് ലക്ഷക്കണക്കിന് ആൾക്കാര്. അവന്മാരെല്ലാം താഴത്തുണ്ടോ? അവന്മാരെല്ലാം താഴത്തുണ്ടോ? ആരും പറയട്ടെ, ജെട്ടിന്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് ഇല്ലേ, അവിടെ കൊണ്ടുവന്ന് കുത്തോ. ഓപ്പോസിറ്റ് മറ്റേ ഇതില്ലടാ ഹോസ്പിറ്റല്. എടാ അവന്മാരെല്ലാം ജെട്ടിയില് കുത്തി. അവന്മാരെല്ലാം ജെട്ടിയില് കുത്തി. മേളത്തെ ബിൽഡിംഗ് അവിടെ കൊണ്ടുവന്ന് കുത്ത്. എല്ലാരും കുത്തേ. ഒരാൾ മാത്രം വണ്ടി ഇട്ട് പറയും. ഇതുപോലെ മണ്ടന്മാരാണ് ഗ്യാങ്. എത്ര പേരളിയാ അവന്മാര്? അമ്മാരെല്ലാം തിരിച്ച് ചട്ടി കയറിയ കറുത്ത വണ്ടി ആരാളിയാ? കുത്തടാ
ഇവിടെ എടുത്താരെ നിലത്തൂത്തിയേ വന്നേ ഇങ്ങോട്ട് ചാടിച്ചു മനസ്സിലാകത്തില്ലല്ലോ ഇത്. ബാക്ക് ചെയ്ത സ്റ്റെയറിലോട്ട് നിങ്ങൾ താഴെ പോയ ഇല്ലല്ലോ നിങ്ങൾ താഴെയാണോ പറ കോളുതാ വാ കുട്ടി അടിയടാ ഇവിടെ എന്നെ എടുത്തിട്ട് പൊസിക്കല് തന്നെ പുഷ് എനിക്ക് പേരുണ്ടളിയാ അല്ലെ ഞാൻ കാര്യം പറയട്ടെ നമുക്ക് പയ്യെ വലിഞ്ഞാലും വന്നാലും അതല്ലേ നല്ലത്. ഞാൻ അതെ ഫുള്ള് സ്കൗട്ട് ചെയ്ത് അവന്മാര് 7 പേര് കുറയാറുണ്ട്. നീ എവിടെ വന്നാലും എവിടെടാ പോയ വൈര് മോനെ നീ ആയിട്ടില്ല കേട്ടോ നിന്നെ കടിക്കാൻ എവിടെടാ പോയ വൈര് മോനെ നീ ആയിട്ടില്ല കേട്ടോ നിന്നെ കടിക്കാൻ പിസ്റ്റൾ മതി എനിക്ക് കിട്ടിയില്ലല്ലോ കണ്ടികളെ കടിച്ചല്ലോ കിട്ടിയില്ല ഇമ്മനൊക്കെ ഏതാ രണ്ടു മൂന്ന് പേര് അത് പ്ലക്കണ ലോനുണ്ടാ ഇവന്മാര് താഴെ പോയത് ഇവന് മേളിൽ കളിച്ചാൽ മതിയായിരുന്നു പൊട്ടന്മാര് ഇവന്മാര് താഴെ ഇറങ്ങിയതാ പണിയത്. ില്ലെങ്കിൽ പിന്നെ നീ എന്തിനൊക്കെ പേരിട്ട് നടക്കണേ അവന്റെ അടിക്കല്ലേ അയ്യോ എനിക്കിത് മതി. അപ്പൊ ഇത് ടോക്കിയുടെ അടുത്ത് പുറക്കേടി ആ ഫ്രണ്ട് ഇരിക്കുന്ന മെക്ക ഒന്ന് പറഞ്ഞ് മാറിക്കൊടുക്കാം. അവരുടെ കുറച്ചൊന്ന് ഇതാക്കി കൊടുക്കാം. ഓൺഗോയിങ് സിറ്റുവേഷൻ ആന്ന് പറയട്ടാ. പണ്ടാ പാക്കു കൊണ്ടുവരണം എന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പുറത്തിറങ്ങാനും പറയണേ ഞാൻ ഈ വണ്ടിയിലേക്ക് അല്ല അവിടെ എന്നൊന്ന് പിക്ക് ചെയ്യാൻ വരാം അവിടെ മുതുക്ക്. ഹലോ ആരും പോകുന്നുണ്ടോ? ഒരു 7 പേര്. ഹലോ ഇറങ്ങൂല സത്താണോ നിങ്ങള്? സത്താണോടാ? സിറ്റുവേഷൻ എടുത്തിട്ട് എന്താ പറയാ എപ്പോഴും ഹലോ നീലം ദൈവത്തിന് സംസാരിക്കും ഇറങ്ങൂടാ അഡ്മിൻ വന്ന് സംസാരിച്ചു. ഓക്കെ അടിച്ചിട്ട് ഹോസ്റ്റ് എടുക്കാം. അനൗൺസ്മെന്റ് വിട്ട് പേടിച്ച് നമ്മളെ ആൾക്കാരെ ഇപ്പൊ അമ്മരങ്ങ് പേടിച്ചു അതാണ് ഉണ്ടായത്. അടിക്കാൻ പറ്റൂല.
വെയിറ്റ് അവിടെ ആ പച്ച സ്കൈലൈൻ അല്ല ഓറഞ്ച് സ്കൈലൈൻ അവിടെ നിന്ന് മാറാം, എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറാൻ അഡ്മിൻ ഓൾറെഡി ഇട്ടായിരുന്നു. ഹലോ താഴെ കയറിയോ? ഇവിടെ ഡൗൺ ആയി കയറി. ഗാങ് വണ്ടി എടുത്താണോ വരുന്നേ? സീനിലല്ലോ. ഞാൻ നേരെ നിന്ന് അവനെ അങ്ങ് വിട്ടി കളിയട്ടെ. വേണ്ട അവൻ വെയിറ്റ് ആണ്. ബാക്കിയുള്ളവർ എവിടെടാ? അറിയത്തില്ല ബ്രോ. ഹോസ്റ്റേജിനോട് അവിടെ മാത്രം വിട്ടാ പോകുന്നുണ്ട്. എക്സ്ട്രാ ബുള്ളറ്റ് ഉള്ളവരൊന്ന് വണ്ടിക്കകത്ത് വെക്കോടാ. ഞാൻ വെക്കാം. അവര് നീ ഉണ്ടോടാ? എന്നെ വിളിച്ചു പോയില്ലോടാ. ഞാനല്ലോടാ തിരിച്ച് വണ്ടി കേറിടാ. കുറച്ച് ബുള്ളറ്റ് എണ്ണം വെച്ചിട്ടുണ്ട് എടുത്തു. ഇതിനകത്ത് 200 വെച്ചേ. ഹലോ വണ്ടി വെച്ചത് പോയെന്ന് തോന്നുന്നു കേട്ടോ. ലിയ തിരിച്ചു കയറിയടാ. എന്താ വെളിയിലിട്ട് വീണ്ടും തിരിച്ചു കയറിയോ? ഇതെന്താ ഇതിനകത്ത് 200 വെച്ച മന്ദാരം ഇല്ലു വണ്ടിയുടെ മേലെ കയറി നിൽക്കണം. വലിയ മന്ദാരം ഇവരുടെ ബാക്കി 200 ബുള്ളറ്റ് വെച്ച വണ്ടിക്കകത്ത്. വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മനസ്സിലായോ? അത് ഇവന്മാര് വെച്ച് ആരോ സാധനം എല്ലാ വണ്ടിയിലും വരുമോ? ഇവിടുന്ന് മാറാനോ? ഓ ബാക്കിയുള്ളവർ ബാക്ക് ക്യാമ് നോക്കി ഫ്രണ്ടിൽ തള്ളുമ്പോ എവിടുന്ന് സിറ്റിസൺസ് ബാക്കിയും തള്ളും. മനസ്സിലായോ? നോക്കാം. എല്ലാ ക്യാമിട്ട് കളിച്ച എല്ലാവർക്കും എടുക്കാനും പറ്റും. കുഴപ്പമില്ല. എല്ലാം എടുത്ത ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും എടുക്കാം. മറ്റുള്ളവർക്ക് എല്ലാവർക്കും എടുക്കാം. എല്ലാവർക്കും എടുക്കാൻ പറ്റൂടാ. മറ്റുള്ളവർക്ക് എല്ലാവർക്കും. അപ്പൊ ഇതിന്ന് എടുത്താൽ അതിലും പോകും. അതിലും പോകും. ബുള്ളറ്റ് കിട്ടിയാ? ബുള്ളറ്റ് കിട്ടിയാ? കൊണ്ടണി കുണ്ണാളം വെച്ച ഏതാ വണ്ടി? നിങ്ങളുടെ വണ്ടി ഏതാ? ചിന്നില്ല. ചിന്നില് കിട്ടൂലല്ലോ. മെക്കയുള്ള കിട്ടും. അതിക്കോട് ഞാൻ നിർത്തി. ബുള്ളറ്റ് നീ ഉറക്കത്തിലാണ്. തിങ്ങി നോക്ക്. ഓ ഞാൻ അതൊന്നും കേട്ടില്ല. വണ്ടി വണ്ടി ഇറങ്ങണ ഇവിടെ അടുത്ത് വന്നിട്ട് മോബി നിർത്തുന്ന അടുത്ത പോലും കേൾക്കുന്നത്. ഇറങ്ങിയ മോബി ഇവ ആരായിട്ട് സിറ്റുവേഷൻ ടോക്ക് വണ്ടി ഇറങ്ങണ. ഒന്നിക്ക് ഇറങ്ങാൻ പറ. ആക്ഷൻ എടുത്ത് വിടാൻ പറ. ഇത് നമ്മള് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ദൈവം വന്നിട്ട് പറഞ്ഞതാ ഇപ്പൊ 2 മിനിറ്റ് ഇറങ്ങും, അല്ലെങ്കിൽ ഇപ്പൊ ആക്ഷൻ എടുക്കും. കേക്കാവോ? സ്നൈപ്പേ എന്നെ ഒന്ന് പിക്ക് ചെയ്യോടാ. സ്നൈപ്പേ മേളത്തെ ഡാം. ഓ ഇതാരാടാ? ഡ്രൈവർ ആരാ? നിങ്ങടെ ഡിമാൻഡാ? കയ്യൊക്കെ ശരിയായി. തല്ലോളിയൊക്കെ വരും. 4 മണിക്ക് ദൈവം വന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ ഇറങ്ങിയില്ല ആക്ഷൻ എടുക്കും. 4 മണിയല്ല, അതിന് മുന്നേ പറഞ്ഞതാ. 4 മണിക്ക് ലാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു. കമ്പി 1.5 വർഷം. 15 മിനിറ്റ് ഇരിക്കാൻ പറ്റും. അതെ നമ്മളാണ്. ഒന്ന് നിങ്ങളെ POV ഒന്ന് കണ്ടിട്ട് മന്ദാരേരെ. ഞാൻ കാണിച്ചു. ഞാൻ ലൈവാ. ഞാൻ വണ്ടി വിസിലോടാ. ഓ ദിസ് ഈസ് അല്ലല്ല അങ്ങോട്ട് വന്നത് ഫസ്റ്റ് നിങ്ങൾ വന്ന ആരൊക്കെയാണ് അവരെ POV ഒന്ന് കാണാൻ ടൈം ഒന്ന് കൺഫേം
ഓ ഓ ഓ ഓ. ഇവന്മാരാകുമ്പോ 10 മിനിറ്റിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ അവരുടെ ടിക്കറ്റ് എന്തിനാണ് ഇവന്മാര് ഇവിടെ ഗ്യാങ് പറഞ്ഞ് നടക്കണേ? അമ്മാക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാനുള്ള വഴി നോക്കിയതാട്ടോ ഗൈസ്. നീല എന്തായി അറിയത്തില്ല. 10 മിനിറ്റിന്റെ അകത്ത് മറ്റേ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ള റൂൾ ഉണ്ടല്ലോ. അപ്പം നമ്മൾ 10 മിനിറ്റിന്റെ അകത്ത് റെസ്പോണ്ട് ചെയ്തോന്നൊക്കെ നോക്കാൻ വേണ്ടി 10 മിനിറ്റിന് മുമ്പേ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മള് പോട്ട് നമ്മള് ഇപ്പൊ റെസ്പോണ്ട് ലേറ്റ് ആയെന്ന് വെച്ചു. നമ്മളെ പ്രീവാർ അടിക്കാനാണെങ്കിൽ അന്നേരം ഇവര് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പറ്റും. പ്രീവാർ അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെ വന്നാലും. എങ്കിൽ അങ്ങനെ എന്തേലും ചെയ്യാം. അമ്മമാരുടെ 25 കണ്ട എന്തായാലും കളയും നമ്മള്. ഞാൻ കാര്യം ഇവന്മാർക്ക് ടിക്കറ്റ് വലിക്കാനൊന്നും ഒന്നും ഇല്ലാടി. ഇവന്മാര് ഇങ്ങോട്ട് അടിച്ചേ നമ്മളായിട്ട് അങ്ങോട്ട് അടിച്ചായി. മനസ്സിലായി. ഇവന്മാര് പേടിച്ചിരിക്കുന്നത് ചാവോന്നുള്ള പേടിയില്ല. 25 പേര് വന്നാലും ഇവന്മാര് ഈ തീട്ടങ്ങള് മറ്റേ 10 ലെഗസി കീപ്പ് ചെയ്യാൻ മനസ്സിലായി. വിളിച്ചാ പിന്നെ ചെയ്ത് പറ്റൂ. ബന്ധു എന്റെ 10 മാറ്റാലോ. ഇവനൊക്കെ ഇപ്പൊ എന്താ പോയിരുന്നു കരയണ വീസിയിൽ എനിക്ക് അറിഞ്ഞൂടാ. അണ്ണാ നമ്മുടെ ഇത് ടിക്കറ്റ് വലിച്ച് ഹോൾഡ് ആക്കുക. അണ്ണാ അതിനെക്കാട്ടി ഇപ്പൊ ഓൾറെഡി നമ്മള് കൂട്ടത്തിലുള്ള 2 പേര് കത്തിച്ചില്ലേ. അപ്പൊ നമുക്ക് കണക്ടർ ഐഡി ഇട്ട് പ്രീവാർ അടിക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചാ പോരെ. അപ്പൊ ഇവന്മാർക്ക് ഈ ടിക്കറ്റ് വലിക്കേണ്ട ഇതൊന്നും വരത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്മാരെ ഇറങ്ങട്ടെ. ഇറങ്ങിട്ട് നമുക്ക് അടിച്ചിട്ട് തന്നെ പ്രീവാർ ആക്കാം. ഇറങ്ങട്ടെ. അതിനകത്തൊരു ലൂപ്പ് ഉണ്ട്. അതിപ്പോ നമ്മൾ ഇവന്മാരെ അടിച്ചു കഴിഞ്ഞാൽ അവന്മാര് വരാൻ പോണില്ല. മനസ്സിലായി. അതായത് ആ വാറും വരത്തില്ല പ്രീവാറും വരത്തില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അവരെ പ്രീവാർ വിളിച്ചാ ഈ പറഞ്ഞ പോലെ അവർക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അതുമല്ല അണ്ണാ ഇപ്പൊ ഇവന്മാര് ഇറങ്ങുമെന്നും തോന്നുന്നില്ല. ഇവര് ചിലപ്പോ വിചാരിക്കും സസ്പെൻഷൻ കിട്ടിക്കോട്ടെ ബോട്ട് പോയില്ലെന്ന് പറഞ്ഞിട്ട് എഫ്ഐആർ അടിച്ചിറങ്ങും. മനസ്സിലായോ? അണ്ണാ ഇവന്മാർ ആ മൈൻഡാ. മനസ്സിലായോ? ഇവന്മാർക്ക് അത് മതി. ഇവന്മാർക്ക് താല്പര്യമില്ല. ഇവർക്ക് അടി കിട്ട് ചാവുന്ന ഉറപ്പാണ്. മനസ്സിലായോ? അടിച്ചതേ ടി വിന്ന് അറിയാത്ത എന്തോണ് അടിച്ചെന്ന് തോന്നുന്നു. ഇത്ര നേരം നമ്മള് വെയിറ്റ് ചെയ്തില്ല. ഒന്ന് ജസ്റ്റ് നോക്കിയതാക്കിയാ പ്രീവാറുമാര് വരാണ്ടിരിക്കണത് അവന്മാരുടെ ഇതല്ലേ. സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. മനസ്സിലായോ? അതല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്മാര് എനിക്ക് തോന്നണില്ല പ്രിയറൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവന്മാര് ഇതാക്കിയിട്ട് എടാ ഇവർക്ക് ഇതില് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിൽ FRP ആണിച്ച അവന്മാർക്ക് പോവാനാണെങ്കിൽ അതിൽ അവന്മാർ ചെയ്യത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? അവന്മാർ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലല്ല ഞാൻ പറയണത് ഇപ്പൊ ഇവന്മാര് അഡ്മിൻ പറയണത് പോലും കേൾക്കാതെ ഇറങ്ങാതെ വന്നില്ലേലും ഇപ്പൊ അവന്മാർ ഇറങ്ങി വന്നില്ലേലും രണ്ടിനും ഗ്യാങ്ങിന് പ്രശ്നം വരും. എടാ ഒരു ഫ്രീ വണ്ടി ഉണ്ടോ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ? ഒരു നമ്മുടെ 4 പേരോട് എന്താന്ന് വെച്ചാൽ നോക്ക്. അവന്മാര് ഇറങ്ങുന്നോ നോക്ക്. കൺട്രോൾ അടിച്ചേരും. മറ്റേ ഒരു ഡാമില് 4 പയ്യന്മാര് പോയിട്ടുണ്ടേ. വരാവോ? ഇങ്ങോട്ട് ഫ്രീ വണ്ടി എന്താ സാർക്ക് എന്താ പറഞ്ഞേ? ഫ്രീ ഇല്ല. രണ്ട് സ്ലോട്ട് നമ്മള് നീരനെ നമ്മള് 4 പേരുണ്ട്. നമ്മള് 4 പേരുണ്ടേ. ഞാൻ എനിക്ക് തോന്നുന്നത് മറ്റേ പ്രീവാറിന്റെ തന്നെ നല്ലത് തോന്നുന്നു. പ്രിയാറിനെ കണക്ട് റേഡിയോ അമ്മ കണക്ട് റേഡിയോ ഇടുന്ന വാ. ചുമ്മാ വെയിറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. 5 മിനിറ്റ് മക്കയിലേക്ക് നീ എടുത്തല്ലോ. നീ എടുത്തോ. എത്ര വണ്ടി വേണമെങ്കിൽ എടുക്കാടാ. ഇവന്മാരെ കൊണ്ടോ സ്റ്റാർട്ടിംഗിലെ സെറ്റ് എല്ലാരും ഇറങ്ങിക്കൂടാ. ആൾക്കാര് കയറുന്നുണ്ട്. നമ്മുടെ നീലനൊക്കെ എനിക്ക് TDM വല്ലതും പോയി തോന്നുന്നു.
എടാ ഇതിപ്പോ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാരും പോയോ? ഞാൻ പിന്നെ ഇത് 1 മണിക്കൂർ മൂഞ്ചായിരിക്കുമായിരുന്നു ഇവിടെ. കൊണ്ടോ? ഇല്ല ഇല്ല, തലേനൊന്നുമില്ല, തലേനൊന്നുമില്ല. സൗണ്ട് മാറി മാത്രമേ ഉള്ളൂ. ടോക്കിയോ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കല്ലേ അളിയാ, വിട്ടേ കളിയാ മയിരി. എത്ര നേരം ഇവന്മാർക്ക് വേണ്ടി നമ്മള് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞോ. ഞാൻ അവിടെ ആവോ അവര് പെടുത്തില്ല അവിടെ. ബൈക്ക് റെഡിയോ? ഇല്ല ബ്രോ, ഹരികൃഷ്ണൻ ബ്രോ ആയിട്ടില്ല. അത് പിന്നെ അത് 5 മിനിറ്റ് അഡ്മിനെ വിളിക്കും. ആ പുടച്ച് എടുത്ത് കളയാൻ പറ. ഞാൻ ഇപ്പൊ എന്തിനാണ് എന്താ അപ്പിയുടെ ഇത്? മുമ്പാണ് ഈ 2 മണിക്കൂർ ഇവിടെ കയറിയിരുന്നത്. പട്ടി വിലയല്ലേ നമ്മുടെ സമയത്തിനിരുന്ന്. എടാ നമ്മുടെ ഗ്യാങ് ഹൗസിൽ കയറല്ലോ എന്തോന്നാലും. എടാ ചാറ്റ് ഇടല്ലേ? എടാ ഇടല്ലെന്ന് അഡ്മിൻ എന്ന് പറഞ്ഞേട്ടാ. ചാറ്റ് ഇടല്ലേ? ഞാൻ പറയട്ടെ, ഇവന്മാര് വെളിയിൽ കണ്ടതല്ലോ, നമ്മുടെ ഇഷ്ടമല്ല, നമ്മളെ തല്ലിട്ട് സസ്പെൻഡ് ചെയ്തില്ലേ? ഇനി നമ്മള് ഇതാക്കില്ലെന്നാ പറഞ്ഞത്. എന്താ സിറ്റിസൺ ആയിട്ട് എന്താ തല്ലിയാ? സിറ്റിസനെ തല്ലി തൊള്ളടാ. അല്ലല്ല, നമുക്ക് അടിക്കില്ലെന്നാ പറഞ്ഞ എടുക്കില്ലെന്ന്. അത് ഞാൻ അടിക്കൂടാത്. ഇപ്പൊ നമുക്ക് വേറെ വള്ളി എടുക്കാൻ പറ്റും സാവേജ്. വേറെ വല്ല എടുക്കാൻ പറ്റില്ലോ? വള്ളി എടുക്കാൻ കുടിക്കലാണ്, പൂജ പിടിക്കലാണ്. അപ്പൊ സസ്പെൻഡ് ചെയ്തിട്ട് നമുക്ക്